ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു ജെൻസി കലാപമല്ലേ ദേണ്ടെ പോകുന്നത് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ ചർച്ചയൊന്നും ആക്കിയിട്ടില്ല. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മലയാള മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് വലിയ വാർത്തയാക്കുകയും ഇതാ ഫാസിസം അടുക്കളപ്പുറത്തെത്തിയിരിക്കുന്നു, ഇനി ഫാസിസം അടുക്കള വഴി ഇറങ്ങി വിറകുപുരയിലെത്തും എന്നൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മലയാള മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മലയാളികളും വലുതായിട്ട് അറിയാനുള്ള സാധ്യതയില്ല, ശ്രദ്ധിക്കാനുള്ള സാധ്യതയില്ല. അതായത് ഒരു ജെൻസി കലാപം നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കേണ്ട, നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണമായിട്ട് മുൾമുനയിൽ നിർത്തേണ്ട ഒരു ജെൻസി കലാപം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതായത് ജെൻസികളെ നിങ്ങൾ തെരുവിലിറങ്ങൂ, വോട്ട് ചോരിയുടെ പേരിലാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ പേരിൽ തെരുവിലിറങ്ങി കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് അവർക്കറിയാം. കാരണം അതിൽ ഒരു യുക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ജെൻസികൾ തെരുവിലിറങ്ങി, ഡൽഹിയിലാണ് തെരുവിലിറങ്ങിയത്. അപ്പോ ഈ ജെൻസി കലാപം ഉണ്ടാകുന്ന നാടുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇവർ ഈ ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തെരുവിലിറങ്ങുന്നത്. ഇപ്പൊ ഫിലിപ്പൈൻസിലായിരുന്നാലും ശരിയല്ല, എന്തിനാ നിങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത്? അഴിമതി. എന്ത് അഴിമതി? അഴിമതി, അത്രേ ഉള്ളൂ. ഫ്രാൻസിലായിരുന്നാലും പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങുന്നു, എന്തിനാണ്? അഴിമതി, അത്രേ ഉള്ളൂ. വേറെ നേപ്പാളിൽ ഇറങ്ങുന്നു, എന്തിനാ ഇറങ്ങുന്നത്? അത് KP ഒലി ശർമ്മയുടെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ. ഓക്കെ, ശരി. ബംഗ്ലാദേശിൽ ഇറങ്ങുന്നു, ബംഗ്ലാദേശിൽ എന്തിനാ ഇറങ്ങുന്നത്? അത് സംവരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ചാടി ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് ഈ ജൻസികൾ പിന്നീട് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനും ആ രാജ്യത്തിന്റെ പല പല കാര്യങ്ങളും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് അവിടെ റെജീം ചേഞ്ച് ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ തെരുവിലിറങ്ങാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഒന്നുമില്ല. അത് വളരെ വലിയൊരു വസ്തുതയാണ്. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. വോട്ട് ജോലിയുണ്ട്, അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പോലും ഏറ്റെടുക്കുന്നില്ല. എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കേസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ളതെല്ലാം തന്നെ കോടതിയിൽ പോയപ്പോൾ കോടതി എടുത്ത് ഇവരെല്ലാം കൂടെ എടുത്ത് ഉടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് അതിലും ഒരു സ്കോപ്പില്ല. അപ്പൊ കാണാണ്ട ദാണ്ടട കിടക്കുന്ന ഒരു എയർ പൊല്യൂഷൻ ഡൽഹിയിൽ. എയർ പൊല്യൂഷൻ നല്ലൊരു സെറ്റപ്പാണ്. ഈ എയർ പൊല്യൂഷൻ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? തെരുവിലോട്ട് ഇറങ്ങാം. എയർ പൊല്യൂഷൻ പറഞ്ഞ് പതുക്കെ തെരുവിലോട്ടിറങ്ങി അവിടെ നിന്നും SIR-ലേക്കും പിന്നെ കശ്മീരിലേക്കും മാവോയിസ്റ്റുകളുടെ ചിത്രം ഉയർത്തുന്നതിലേക്കും വരെ കാര്യങ്ങളെത്തി. അടി കൊടുത്ത് തുണിയും പറിച്ച് എടുത്ത് അകത്തോട്ടിട്ടു. വലിയ വാർത്തയാണിത്. അല്ല, ഇത് നമ്മുടെ ഞാൻ പറയുന്നത്, ബിജേട്ടൻ ഈ വാർത്ത എന്നോട് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യ ഗേറ്റിലെ വായു മലിനീകരണത്തിനെതിരെ എനിക്ക് ചിരി വരുന്നത് കേട്ടോ. വായു മലിനീകരണത്തിനെതിരായിട്ട് മലയാളികളടക്കം 22 വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് അവരെല്ലാം പിടിച്ച് അകത്തിട്ടു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇത് തരംഗമാവുന്നില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുമ്പോൾ, ഈ വാർത്ത പറയുമ്പോൾ അവർ പിറകിൽ BGM ഇടും. മറ്റേ ബാഹുബലിയുടെ ഒക്കെ BGM ഇടുമ്പോൾ നമുക്ക് അയ്യോ നമ്മുടെ രാജ്യം നശിച്ചല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു പ്രതീതി അത് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ നമ്മളത് പറഞ്ഞിട്ട് നമ്മളെ വീഡിയോയുടെ പിറകിൽ BGM ഇട്ടാലും ആ വാർത്തയ്ക്ക് ഒരു ആധികാരികതയും രാജ്യം നശിക്കാൻ പോകുന്ന ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സംഭവമൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ ഇമോഷന്റെ കൂടെ ഒരു ഭാഗമാണ്. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഒരു വിഭാഗം കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് ഹിത്മയുടെ ചിത്രം ഉയർത്തിയതിലും മുദ്രാവാക്യം വിളിച്ചതിലും വിവാദം. ഇവന്മാർ ഈ പോക്കിരി സിനിമയിലെ വടിവേലു ഏത് ഡ്രസ് ഇട്ട് വെച്ച് വന്നാലും പർദ്ദ ഇട്ടുകൊണ്ട് വന്നാലും തലയിൽ മറ്റേ കൊണ്ടയിരിക്കുമ്പോൾ പിടിക്കുമെന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഇനിയിപ്പോ എയർ പൊല്യൂഷൻ കൊണ്ടുവന്നാലും നിങ്ങൾ ഇനിയിപ്പോ പരിസ്ഥിതി പ്രശ്നം കൊണ്ടുവന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കേന്ദ്രത്തിനറിയാം. നിങ്ങൾ അവിടെ നിന്ന് SIR-ലോട്ട് പോകും, അവിടെ നിന്ന് കശ്മീരിലോട്ട് പോകും, അവിടെ നിന്ന് മാവോയിസ്റ്റുകളിലോട്ട് പോകും. ഇവിടെ ഇത് പിടിച്ചില്ലെങ്കിൽ യവന്മാർ അടുത്ത ചെയ്യാൻ പോകുന്നത് ഉമർ നബി നിരപരാധിയായിരുന്നു എന്ന് ചിലപ്പോൾ യവന്മാർ പറഞ്ഞു വരുത്തും. ഡൽഹി ബ്ലാസ്റ്റിൽ ചാവേറായില്ലേ, ആ പറഞ്ഞു അതൊക്കെ വൈറ്റ് കോളർ ടെററിസത്തിലോട്ട് യവന്മാർ കടക്കും. അവരെല്ലാം ന്യായീകരിച്ച് യവന്മാർ കാര്യം പോകും. ഇപ്പൊ ഇന്ത്യ ഗേറ്റിലെ വായു മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് 22 പേരെ പട്ടിയാല ഹൗസ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കർത്തവ്യബന്ധ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 5 പേരെ 2 ദിവസത്തെ കസ്റ്റഡിയിലും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത 16 പേരെ 3 ദിവസം കസ്റ്റഡിയിലും വിട്ടു. ഇതില് മലപ്പുറം തൃശൂർ സ്വദേശികളായിട്ടുള്ള 2 പേരടക്കം 3 മലയാളി വിദ്യാർത്ഥികളും റിമാൻഡിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എത്ര കാലം അകത്ത് കിടക്കാമോ അത്രയും കാലം കിടന്നോട്ടെ, ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതില് എന്താണ് ഈ പ്ലാനിങ്? നമ്മുടെ നാട്ടിൽ ജൻസികൾ രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ഇനി ഏറ്റെടുത്തതാണോ, അല്ലെങ്കിൽ ഇവർക്കുള്ളിൽ തന്നെ വേറെ ഏതെങ്കിലും ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് നിങ്ങൾ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇതിലെന്താണ് ഒരു വിലയിരുത്തൽ? കഴിഞ്ഞ 2 മാസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം, നമ്മളുടെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ന്യൂസിന്റെ ചാനലിൽ 2 മാസം മുമ്പ് ഞാനൊരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയുടെ ഹെഡിങ് ദില്ലി ജൻസി കലാപത്തിന് നീക്കം, അതിനുള്ള ചട്ടക്കൂടുകളെല്ലാം തയ്യാറാക്കുന്നത്. ദില്ലിയിലെ പോലീസ് മേധാവി എല്ലാ പോലീസ് സ്റ്റേഷനും നിർദ്ദേശം കൊടുത്തിരുന്നു, ഇവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് കരുതിയിരിക്കണം, തൂക്കിയെടുത്താത്തിട്ടോണം എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമാണ്. അതിനുശേഷം ജൻസി കലാപം ഇന്ത്യ നടക്കുന്നതിനെ കുറിച്ച് മലയാളത്തിലടക്കം ഒരുപാട് ഓൺലൈൻ ചാനലുകൾ വാർത്തയൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു.
അങ്ങനെ ഒടുവിൽ ആ കൊട്ടിഘോഷിച്ച ജൻസി കലാപം ഇന്ത്യ ഗേറ്റിൽ നവംബർ 23-ന്, അതായത് ഇന്ന് നവംബർ 25, 2 ദിവസം മുമ്പ് ഡൽഹി. എന്തുകൊണ്ട് ഇന്ത്യ ഗേറ്റ് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗേറ്റ് ലോകത്ത് ആകമാനം ഒരു ശ്രദ്ധാകേന്ദ്രമായി, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വലൈസ്, അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം അവിടെ ഒരു സമരമോ സംഘർഷമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു വിഷ്വൽ, നല്ലൊരു ആംബിയൻസും കിട്ടും. ബാക്കിൽ ഇന്ത്യ ഗേറ്റ്, സൈഡിലൊക്കെ തീ കത്തുന്നു, ഇങ്ങനെ ഓടി വരുന്നു, പോലീസ് വരുന്നു, വലിയൊരു ആംബിയൻസ് ആണ്. അത് പത്രക്കാർക്കും ചാനലിനും ഒക്കെ നല്ല വിഷ്വൽസും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്ലേസ് നോക്കുന്നു, ചാകരയാണ്. അപ്പം അങ്ങനെ ഒരു പ്ലേസ് നോക്കുന്നു. അവിടേക്ക് ഇന്ത്യ ഗേറ്റ് ഉപരോധം, അവരുടെ പ്രധാന ആവശ്യം ദില്ലിയിലെ മലിനീകരണമാണ്. ഇതിനു മുമ്പ് ഒരു മലിനീകരണത്തിന് വേണ്ടിയിട്ട് പ്രശാന്ത് ഭൂഷൺ ഒരു സമരം നടത്തി 2020. അതിന് തൊട്ടു പിന്നാലാണ് ഡൽഹി കലാപം നടന്നത്. അപ്പം ഇവരിങ്ങനെ കൊണ്ടുവരുമ്പോഴേ നമുക്കറിയാം ഈ മലിനീകരണം അല്ല, ഈ മലിനമായ ഇവര് ഒരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് നടത്തുന്നത്. ഇനി ഇതിന്റെ സംഘാടകരാണ് ആരാന്ന് ചോദിക്കുക. സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഇതിനേക്ക് നേരത്തെ നോട്ടമിട്ടിരിക്കുക. പിന്നെ ഇവര് രംഗത്തെത്താൻ എന്നുള്ള താമസം മാത്രമേ വരുന്നുള്ളൂ. അത് 23-ാം തീയതി വന്ന് അകത്തു. പക്ഷെ അവരകത്ത് പോയതല്ല വാർത്ത. ഇതൊരു വലിയ കലാപം. നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മലിനീകരണത്തിനെതിരായ പ്രതിഷേധം, പോലീസ് ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമാണ്. അതായത് വളരെ നിസ്സാരവൽക്കരിച്ചാണ് ആ വാർത്ത. പക്ഷെ നിസ്സാരമല്ല ഇക്കാര്യം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു കലാപത്തിന് 38 സംഘടനകളാണ് ഇതിൽ പങ്കെടുത്തത്. 38 സംഘടനകൾ. ഈ സംഘടനകൾ തന്നെ വിചിത്രമാണ്. ഈ സംഘടനകൾ പങ്കെടുക്കുന്നു. ഈ സംഘടനകളെല്ലാം നേരെ ചൊവ്വയുള്ളതല്ല. ഞാൻ അതിലേക്കാണ് പറയുന്നത്, വിശദമായി തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന പല വാർത്തകളും, രാജ്യത്തെ സംബന്ധിക്കുന്ന പല വാർത്തകളും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും സത്യങ്ങൾ മാത്രം കൊടുക്കുന്ന വാർത്തകളാണ്. അതിന്റെ ഒരു യാഥാർത്ഥ്യം അറിയണം. ഇങ്ങനെ ഒരു കലാപ നീക്കം ഇന്ത്യയിൽ നടന്നിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാന നഗരി അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യ ഗേറ്റ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. അതൊരു വലിയ വാർത്തയാണ്. മുക്കിക്കളഞ്ഞാൽ മുങ്ങുന്നതല്ലല്ലോ ഇത്. കാര്യങ്ങൾ അറിയണ്ട, ഇത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനമായി 2 സംഘടനയാണ്. ഒരു സംഘടനയുടെ പേര് ഭഗത് സിംഗ് ഛത്ര ഏകതാ മഞ്ച്, അതായത് BASEM എന്നാണ് ആ സംഘടനയുടെ പേര്. മറ്റൊന്ന് ദി ഹിം ഗണ്ഡ് എന്നാണ് ആ സംഘടനയുടെ ദി ഹിം ഗണ്ഡ്. ഇവര് ദി ഹിം ഗണ്ഡ് എന്നും പറഞ്ഞിട്ട് ആ അക്കൗണ്ട് വഴിയാണ് ഇവർ ആളെ കൂട്ടിയത്. നമുക്കറിയാലോ, സോഷ്യൽ മീഡിയ വഴിയാണ് ജൻസി കലാപത്തിന് ആൾക്കാരെ കൂട്ടുന്നത്. അങ്ങനെ ഇവർ അതിനകത്തൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇതിന് വലിയ പ്രചരണം നൽകിക്കൊണ്ടിരുന്നു. ഇതിനകത്ത് പങ്കെടുത്തിരുന്നത് ഈ 2 സംഘടനകളാണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത്. ഇത് കൂടാതെ ഏതാണ്ട് 38ഓളം സംഘടനകൾ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. ഇതിനകത്ത് 38 സംഘടനകളുണ്ട്. ഇനി ആ സംഘടനകൾ നോക്കാം. AIRSO, AISA, നമ്മുടെ JNU യൂണിവേഴ്സിറ്റി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടികൾ പിന്നെ എല്ലാത്തിലും വരും ഇങ്ങനെയൊക്കെ ഉള്ളത്. ISA എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ ഒരു കൂട്ടായ്മയാണ് ISA എന്ന് പറഞ്ഞാൽ JNU-നുള്ള. AISF നമ്മുടെ CPI-യുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF. APCR, BASF, BSM, ഭീം ആർമി, CEM, CRPP, CTF, DSU-നെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ADSO ഒക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് DSU. DISSC, DTF, തെലുങ്കാന ഫ്രട്ടേണിറ്റി, കർണാടക ജനശക്തി ലോയേഴ്സ് അസോസിയേഷൻ അടക്കം 38 സംഘടനകൾ. മലയാളികൾ ഉണ്ട്, തമിഴന്മാരുണ്ട്, കർണാടകയുണ്ട്, തെലുങ്കരുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള നക്സൽ ആഭിമുഖ്യമുള്ള സംഘടനകൾ, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകൾ, സുഡാപ്പികളുടെ പേര് മാറ്റിയും വേഷം മാറ്റിയുമുള്ള സംഘടനകൾ, ഇങ്ങനെയുള്ള അനവധി ഫ്രട്ടേണിറ്റിയൊക്കെ അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് സകലമാന അവശേഷിക്കുന്ന എന്താ പറയുന്നത്, തുരപ്പന്മാരുടെ ജൻസികൾ, അവരുടെ മക്കൾ, അങ്ങനെയല്ല ജൻസികൾ അങ്ങനെയല്ല പറയാം. യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ അച്ഛന്മാരോ ഇല്ല കുടുംബക്കാരോ ഒക്കെ മുൻകാലങ്ങളിൽ ഈ രാജ്യത്ത് തുരങ്കം വെക്കാൻ ശ്രമിച്ചു അവരുടെ പിൻഗാമികളായി അവശേഷിക്കുന്ന ആളുകളാണ് അവിടെ ഒത്തുകൂടിയത്. ഇവരെ ഒത്തുകൂടി ഇതിനു മുൻപ് ഒരു പത്രസമ്മേളനം നടന്നു. ഈ പത്രസമ്മേളനം ഇതിന്റെ വലിയ കോമഡി. ഈ പത്രസമ്മേളനം നടത്തിയത് സഫൂറ സർഗാർ ഒരാളുടെ പേരാണ്. മറ്റൊരാളുടെ പേര് ആസിഫ് ഇഖ്ബാൽ തൻഹ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 2 പേരാണ്. ഈ 2 പേര് നമുക്ക് സുപരിചിതമാണ്. പലർക്കും പ്രേക്ഷകർക്കും ഈ പേരുകൾ ഓർമ്മയുണ്ടാകും. 2020 ദില്ലി കലാപം, ഹിന്ദു വിരുദ്ധ ദില്ലി കലാപത്തിന് സൂത്രധാരരായിട്ട് പ്രതികളായി അകത്തു പോയവരാണ്. ഇപ്പൊ ജാമ്യത്തിലാണ്. ഈ 2 മഹാന്മാരാണ് ഈ വായു മലിനീകരണത്തിന് വേണ്ടിയിട്ട് സമരം നടത്താനുള്ള ആഹ്വാനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിച്ചവര്. ഇതിനകത്ത് ജാമിയയിലെ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, JNU-ലെ വിദ്യാർത്ഥികളുണ്ട്. ഇത് കൂടാതെ ഇവർ 2 സമരം കൂടെ പ്ലാൻ ചെയ്തു. ഇത് നവംബർ 23 ഒന്നാമത്തെ സമരം. 2ാമത്തെ സമരം ചക്ക ജാം,
ഡിസംബർ 13 ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ചക്ക ജാം എന്ന് വെച്ചാൽ സ്തംഭിപ്പിക്കുക, നമ്മുടെ എന്താണ് പറയുന്നത്, എല്ലാം ജാം ചെയ്യുക. ചക്ക ജാം എന്ന് വെച്ചാൽ എല്ലാം ജാം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസംബർ 13 പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഷജീർ ഇമാം എന്ന് പറയുന്ന ഒരു ഇമാം മറ്റൊരു സമരാഹ്വാനം കൂടി നടത്തുകയുണ്ടായി ഇതിനിടയിൽ. അത് ഡിസംബർ 15-നാണ്. 13-ന് ചക്ക ജാം, അങ്ങനെ ദില്ലി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാം സ്തംഭിക്കുന്നു. അതിനുശേഷം 15-ാം തീയതിയുള്ള മാർച്ചിന്റെ പേരാണ് വലിയ കോമഡി, ഗാന്ധി സമാധാന മാർച്ച്. ഗാന്ധി സമാധാന മാർച്ച്. കാരണം ചക്ക ജാമിന് അടി കിട്ടി കഴിയുമ്പോൾ അത് മുതൽ ഗാന്ധി സമാധാന മാർച്ച്. അപ്പൊ ഈ പ്രതികളെ പിടിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗാന്ധിജിയുടെ പേരിട്ടാൽ ആള് കൂടും എന്നതുകൊണ്ടാണ് ഗാന്ധിജിയുടെ പേര് കൊടുത്തത്. അവർ സമ്മതിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഡിസംബർ 13-ന് ചക്ക ജാം കിട്ടുമ്പോൾ പോലീസ് വാരി വലിച്ചിട്ട് അടിക്കുമല്ലോ, ഇല്ല നാട്ടുകാരും കൈവെക്കും. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധി സമാധാന മാർച്ച്, ഗാന്ധിജി സമാധാനത്തിന്റെ ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മാർച്ച്. ഇതായിരുന്നു ഇവരുടെ ഒരു ബൃഹത്തായ പദ്ധതി. ഇതിനുവേണ്ടി വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിനൊക്കെ ശേഷമാണ് ഇവര് ഇതിന്റെ ആദ്യത്തെ ഉദ്ഘാടന വെടിക്കെട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ നടത്തിയത്. ഏതായാലും ഇന്ത്യ ഗേറ്റിൽ വന്നപ്പോൾ പോലീസ് നല്ല സ്വീകരണം കൊടുത്തു. ഒന്നും ഇല്ലായിരുന്നു, വന്നിരുന്നോളാൻ പറഞ്ഞു, ഇരുന്നു. ഇനി ഇവരെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് അറിയാം? അത് മലയാള മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം എന്തിനാ അറസ്റ്റ് ചെയ്തത്. പോലീസ് പിടികൂടിയപ്പോൾ പോലീസിന് നേരെ കുരുമുളക് സ്പ്രേ അടിച്ചു. അടിപൊളി. വെറുതെ അറസ്റ്റ് ചെയ്തതല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്ത വളച്ചൊടിക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും സമരം ചെയ്തു, പാവം കുട്ടികളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതല്ല നമുക്ക് തോന്നും. അങ്ങനല്ല, ഇവന്മാരവിടെ കൂടി സമരം ചെയ്തു. ഈ സമരം വയലന്റ് ആക്കേണ്ടത് ഇവന്മാരുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ പോലീസുമായിട്ട് ഏറ്റുമുട്ടി. അത് ഏറ്റുമുട്ടി കഴിഞ്ഞാലേ വയലന്റ് ആകത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. സെക്രട്ടറിന്റെ പടിക്കപ്പോൾ ഇരുന്നാലും വാർത്തയാക്കത്തില്ല. പകരം പോലീസിനെ ആക്രമിക്കുക, ജലപീരങ്കിക്ക് കല്ലെറിയുക, ഇല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ തുണിയഴിച്ചിട്ട് കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതിന് സമാനമായി തന്നെ അവിടെ പിടിക്കാൻ ചെന്ന ഇവരെ നീക്കം ചെയ്യാൻ ചെന്ന പോലീസുകാരുടെ നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച 5 പേരെയാണ് ആദ്യം പിടിക്കുന്നത്. കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചപ്പോൾ തന്നെ അവർക്കറിയാം പോലീസ് വയലന്റ് ആകും. വയലന്റ് ആയി കഴിഞ്ഞത് വലിയ സംഘർഷത്തിലേക്ക് പോകും. അപ്പം ഇവരുടെ ആളുകളൊക്കെ പലയിടത്തുമുണ്ട്. സംഘർഷം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളടത്ത് ടയർ കൂട്ടിയിട്ട് കത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടിക്കൊക്കെ ആളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ പോലീസ് അവരെ പൊക്കി. ഇതിനകത്ത് ആണ് ഇതിലും വലിയ ഒരു വിചിത്രമായ കാര്യം നടന്നത്. അതിനകത്ത് പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുണ്ട്. അവരെ ജുവനൽ ഹോമിലേക്ക് വിട്ടിരിക്കുക. പ്രായപൂർത്തിയാകാത്തവർക്ക് ഇപ്പൊ ഇളവില്ലല്ലോ ഇങ്ങനെയുള്ള വിധ്വംസ പ്രവർത്തനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. മുമ്പ് കുട്ടിയാണെന്ന് പറഞ്ഞ് വെറുതെ, ഇപ്പൊ കുട്ടിയാണെന്ന് പറഞ്ഞ് വെറുതെ വിടില്ല. പ്രായപൂർത്തിയാകുന്നവർ ഈ ജുവനൽ ഹോമിൽ കഴിയൂ. അത് കഴിയുമ്പോൾ അടുത്ത ശിക്ഷ ഞങ്ങൾ പറയാം 18 കഴിയുമ്പോൾ എന്നാണ് ഇപ്പോഴത്തെ പുതിയ നമ്മുടെ തിയറി. നല്ല തിയറിയാണത്. ഇവര് ആദ്യം ഇവർ വന്ന് ഇരിക്കുന്നത് വായു മലിനീകരണത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വന്ന് സമരം തുടങ്ങുന്നത്. അതിനുശേഷം ഇവരുടെ മുദ്രാവാക്യം, ഇതിനകത്തൊരു ഒരു പെൺകുട്ടിയുണ്ട്, ക്രാന്തി എന്നാണ് പേര്. ഈ ക്രാന്തിയാണ് നമ്മുടെ ഇവരെല്ലാ കഥാപാത്രം. എന്താ അറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം ധനുഷ്? ഇവർക്ക് പുതിയ പുതിയ നടന്മാരും നടികളും ഇപ്പൊ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല. പഴയവര് തന്നെ ഓരോരോ വേഷമിട്ട് വരുന്നതാണ്. ഇതിനകത്ത് പകുതി കൂടുതൽ പേരും എന്താണ് ഈ പറയുന്ന ദില്ലി കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരും പ്രതികളുമൊക്കെയാണ്. അതിൽ ഈ ക്രാന്തി എന്ന് പറയുന്ന പെൺകുട്ടി ദില്ലി കലാപത്തിന് പ്രചരണം കൊടുത്ത പെൺകുട്ടിയാണ് ക്രാന്തി. ഇവര് അവിടെ വെച്ചൊരു മുദ്രാവാക്യം മുഴക്കുന്നു, സഖാവ് ഹിത്മ അമർ രഹേ. ഈ ഹിത്മ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാതന്ത്ര്യസമര പോരാളിയല്ല, ഇന്ത്യ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട നക്സലാണ്. 4-5 ദിവസം മുമ്പ് ഇന്ത്യൻ സേന പടമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അമർ രഹേ ഹേ എന്നാണ് മുദ്രാവാക്യം. അവരാണ് ഈ ക്രാന്തിയാണ് ആദ്യം പിടികൂടുന്നത്. ഇത് കൂടാതെ തന്നെ ഈ പറയുന്ന ഹിം ഗണ്ട് എന്ന് പറയുന്ന സംഘടന കേട്ടിട്ടുണ്ടോ? മറക്കാൻ സാധ്യതയില്ല. ഈ സംഘടനയാണ് 1.5 മാസം മുമ്പ് ലഡാക്ക് പ്രക്ഷോഭം നടന്നപ്പോൾ അവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ഒക്ടോബർ 5-ന് ഇവര് ഒരു വലിയ നെടുനീള ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൽ എന്താ പറയുന്നത്? BJP ഓഫീസ് കത്തിച്ചത് നന്നായിരുന്നു, രാജ്യമെമ്പാടും ഇടതുപക്ഷം ശക്തി പ്രാപിക്കുന്നതിന്റെ തെളിവാണിത്. അതായത് ഇടതുപക്ഷത്തിന്റെ ശക്തിയാണ് ഇത്തരം ഇത് ഇനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലഡാക്ക് കലാപത്തിനെ പിന്തുണച്ച ടീമുകളാണ്. ഇപ്പൊ ഇവരെല്ലാം മനസ്സിലായില്ലേ? അതാ പറഞ്ഞു ഇവരിലേക്ക് പുതിയ നടനും നടിയും എത്തുന്നില്ല. ആ ഉള്ളവരൊക്കെ തന്നെ വേഷം മാറുക. ഇതിൽ പറയുന്ന ക്രാന്തി, അതുപോലെ തന്നെ ഇതിന്റെ പത്രസമ്മേളനം നടത്തിയ ഇക്ബാൽ സംഘ, സബൂറ സർഗാർ, ഇവരെല്ലാം പ്രതികളാണ്. 2020 കലാപത്തിലെ പ്രതികളാണ്, ജാമ്യം എടുത്ത് നിൽക്കുന്ന ടീമുകളാണ്. ഇവരുടെ കീഴിൽ കേരളത്തിൽ നിന്നൊക്കെ ഉള്ള അടക്കം കുറെ കുട്ടികൾ കൂടെ ഇറങ്ങുന്നു. കാരണം അത് എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കാൻ സാധ്യതയില്ല. കാരണം JNU ഒക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ അവർ കഴിക്കുന്ന വസ്തുക്കളുടെ ഒരു പ്രത്യേകതയാകാം ഒരു പക്ഷെ. സാധാരണ കഞ്ചാവിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി കൂടിയ ഇനങ്ങൾ വരുമ്പോഴത്തേനും കൂടിയ സ്വപ്നങ്ങൾ കാണാനും പറ്റും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇവർ ഇത്രയും പേര് അകത്ത് പോയി. നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് ഒരു സമരം ചെയ്തപ്പോൾ നമ്മുടെ ആനി രാജ, CPIയുടെ നേതാവ്,
വലിച്ചിട്ട് കൂട്ടി പോലീസുകാർ ചവിട്ടുന്നു. അന്ന് അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്റെ ജീവിതത്തിൽ, എന്റെ 33 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈവെക്കുന്നതെന്ന് വലിച്ചു കീറി വിട്ടു. അതിനുശേഷം പിന്നെ അവരെ നമ്മൾ ആ തിരിവുകളൊന്നും നമ്മൾ കണ്ടില്ല. കാരണം കർശനമായി നേരിടാനാണ് 2 മാസം മുമ്പ് നമ്മൾ ന്യൂസിന്റെ മരണം കൊടുത്തിരുന്നു. ആ വാർത്തയിൽ അന്ന് പോലീസ് മേധാവി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർശനമായി നേരിടാനുള്ള ഉത്തരവാണ് പോലീസുകാർക്ക് കൊടുത്തിരുന്നത്. അവരെന്തായാലും അത് ഭംഗിയായി നിർവഹിച്ചു. പക്ഷെ കർശനമായില്ല കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ഇന്നലെ ഇവന്മാരെ ചവിട്ടിക്കൂട്ടായിരുന്നു, അവരത് ചെയ്തില്ല. അവർ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുളക് സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക. അങ്ങനെ ഒരു വലിയ കലാപ നീക്കമാണ് ഇന്നലെ ദില്ലിയിൽ നടന്നതും അതിന് നിമിഷ നേരം കൊണ്ട് ഇന്ത്യൻ സേന പൊളിച്ചടുക്കിയത്. ആ പൊളിച്ചടുക്കിയതിന് പിന്നാലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ റിപ്പോർട്ട് ഇപ്പം നമ്മളടക്കം കുറെ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്, ദേശീയ തലത്തിലൊക്കെ നൽകിയിട്ടുണ്ട്. അതാണ് സ്റ്റോറി ബൈ സ്റ്റോറി. അതായത് ഇവര് വിചാരിക്കുന്നിടത്തല്ല നമ്മുടെ സർക്കാരുകൾ ചിന്തിക്കുന്നത്. കാരണം ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഞാനും ധനുഷും അത് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും എത്രയോ മുമ്പ് നമ്മുടെ അധികാരികളുടെ ഇത് കിട്ടിയിട്ടുണ്ടാകും, നമ്മുടെ ഇന്റലിജൻസിന്റെ ഇത് കിട്ടിയിട്ടുണ്ടാകും, അല്ലെ? അപ്പം നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ചാർട്ട് അനുസരിച്ച് ചക്കാജാം എപ്പോ വരും, പിന്നെ അടുത്ത കഴിച്ചിട്ട് ഗാന്ധി സമാധാന മാർച്ച് എപ്പോ വരും എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അത് വരാൻ സാധ്യതയില്ല. കാരണം ഇതിന്ന് ഇറങ്ങിയിട്ടല്ലേ ഇനി അടുത്തത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇപ്പൊ പോയടത്തുനിന്ന്. ഇതാണ് നടന്നത്. അപ്പൊ ദില്ലിയിൽ ഒരു കലാപം നടത്തി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അതായത് കലാപം വെറുതെ കത്തിപ്പെട്ടില്ലെന്ന് അറിയാമായിരുന്നു. പകരം അങ്ങനെ ഒരെണ്ണം നടത്തിയിട്ട് ഇന്റർനാഷണൽ മീഡിയയിൽ ഇതൊരു വലിയ വാർത്തയാക്കി നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഇതിങ്ങളുടെ ലക്ഷ്യം. അതിനാണ് ഇന്ത്യ ഗേറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. വിഷ്വലി കുറച്ച് റിച്ച് ആയിരിക്കും, കുറച്ച് ഭംഗി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അത് തെരഞ്ഞെടുത്തത്. പക്ഷെ എല്ലാം പാളി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ ഇനി ജൻസി കലാപത്തിന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒരു അരമണിക്കൂർ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത് മുളയിലേ നുള്ളിയ കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.